ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മായ മനസ്സ. സോ ഇപ്പോൾ സമയം രാത്രി 10 മണിയാവാനായിട്ടുണ്ട്. നമ്മൾ നേരെ ഇപ്പോൾ കൊച്ചി എയർപോർട്ടിലോട്ട് പോവുകയാണ്. നമ്മളൊരു ട്രിപ്പ് പോവുകയാണ് ഫാമിലിക്കായിട്ട്. ഫാമിലി എന്ന് പറയുമ്പോൾ കുറേ ഫാമിലി ഒന്നുമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് പേരൊക്കെ തന്നെയാണ്. അത് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. സോ നമ്മൾ എവിടേക്കാണെന്ന് വെച്ചാൽ ആസാമിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. കണക്ഷൻ ഫ്ലൈറ്റാണ്, കൊച്ചി ടു ബാംഗ്ലൂർ, ബാംഗ്ലൂർ ടു ആസാം. ആസാമിൽ ഏത് ഇവിടേക്കാണെന്നൊക്കെ ഉള്ളത് നമ്മൾ വഴിയെ പറഞ്ഞുതരാം. ചിലപ്പോൾ പാർട്ടായിട്ടൊക്കെ ആയിരിക്കും വരിക, അധികം പാർട്ട് തന്നെ ആയിരിക്കും. സോ നമുക്ക് ഇനി നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, അങ്ങനെ വണ്ടി വന്ന് നമ്മളിപ്പോൾ നേരെ മാതിനിയുടെ വീട്ടിലാണ് പോകാൻ നിൽക്കണേ. ഞങ്ങൾക്കറിയാലോ, മാതിങ്ങനെ അറിയാലോ, അവളുടെ വീട്ടിൽ പോവുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് എല്ലാവരും കൂടിയിട്ട് ഇനി എയർപോർട്ടിലോട്ട് പോവുകയാണ്. അതെന്താ അവിടെ ചെട്ടിയെല്ലാം റെഡിയാണ് ഗൈസ്. നല്ല ക്ലൈമറ്റാണ് ഇപ്പോൾ. പക്ഷെ ആസാമിലൊക്കെ ചൂടാണെന്നാണ് അറിഞ്ഞത്. നല്ല ഇരുട്ടാണ്, നമുക്ക് ഇപ്പോൾ വാങ്ങാം. സോ ഗൈസ്, നമ്മളങ്ങനെ എത്തി. സൈഡ് മാറ്റിയില്ലേ? ഹലോ ഹലോ, അതിടണ്ടോ? ഞാൻ ഇടും രാത്രി നേരത്ത്. ഫാൻസ് അവര് കാണണം. അവള് കൂൾ കണ്ണാടി, എന്റെ കണ്ണാടി ഇടുവാതെങ്കി ആ ദുബായ് കണ്ടില്ലേ? ഓട്ടോയിലൊക്കെയാ പോണ ദുബായിക്ക്, കണ്ടില്ലേ? നമ്മള് ബസ് സ്റ്റാൻഡ് എത്തി. നമ്മളപ്പോൾ KSRTCയിലെത്തി, ബസ് സ്റ്റാൻഡിലെത്തി. ഇവിടുന്നാണ് നമ്മൾ എയർപോർട്ടിലോട്ട് പോകുന്നത്. തിരക്കൊക്കെ ഉണ്ട്. പിന്നെ വോയിസ് ഓവർ ചെയ്താൽ പോരെ? സൗണ്ട് കേൾക്കില്ല. കേൾക്കില്ല എൻ്റെ സൗണ്ട് കേട്ടാൽ മതി. കഴിച്ച് നമ്മൾ ഷോ ഒക്കെ ഇട്ടിട്ട് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് നമ്മളൊരു ബസ്സിൽ കയറി. സംഭവം ആ ബസ്സിലല്ല നമ്മൾ കൊച്ചിയിലോട്ട് പോകുന്നത്, അത് എവിടേക്കോ പോകുന്ന ബസ്സാണ്. സോ നമ്മുടെ ബസ് പോയിട്ട് ഇപ്പോൾ പിന്നെയും തിരിച്ച് വരാമെന്നാണ് പറഞ്ഞിരിക്കണത്. എന്താവും നമുക്ക് കണ്ടറിയാം. ഓക്കെ, കാത്തിരുന്ന് we think this is our bus. No? Swift. Yeah, just 20 lakh. നമ്മൾ ഇതിലാണ് പോകുന്നതെന്നാണ് നമ്മുടെ വിചാരം. പക്ഷേ ആണോ അല്ലയോ എന്ന് നമ്മുടെ കണ്ടറിയാം. ഇതാണെന്നാണ് ഉറപ്പിച്ചിരിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ഇനി ഇതല്ല എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ ഇവിടെ തന്നെ നോക്കും. വെച്ചു നേരെ അങ്കമാലിക്കല്ലേ? അല്ല, ആരും പറയാം, അല്ല നേരെ ഊളമ്പാറയ്ക്ക. ബസ് ഫ്ലൈറ്റ് ഇപ്പൊ പഞ്ചറാവും. സോ ഗൈസ്, നമ്മളങ്ങനെ ബസ്സിൽ കയറിയിരിക്കുന്നുണ്ട്. എല്ലാവരും നമ്മളിങ്ങനെ നോക്കുന്നുണ്ട്. ബിക്കോസ് വി ആർ ഹാൻസം ഗൈസ്. ഹാൻസം ലേഡീസ് കണ്ടില്ലേ? കുട്ടുബുദ്ധി ഇവൾക്ക് കൂടുതലാണ്. ചെറുതായിട്ടൊന്ന് every glass peoples are always dirty minded. Power glasses. This is 10 real glass. 10 real ഇവിടെ എത്ര ഇരിക്കുന്നു? 10 into 23. So guys, സമയം ഇപ്പോൾ
സമയം 1 മണിയായി. സോ നമ്മൾ എവിടെ എത്തിയെന്ന് പറയുന്നത് തൃശ്ശൂർ എത്തി തോന്നുന്നു. ഇനിയുണ്ട് കുറേ നേരം ഇരിക്കാനൊക്കെ. ഒരു വോമിറ്റിംഗ് ടെൻഡൻസി ചെറുതായിട്ടൊക്കെ അവിടെ എവിടെയും പോകുന്നുണ്ട്. അങ്ങനെയില്ല, പക്ഷെ ഇവിടെ ഉള്ള വിശപ്പ് പറഞ്ഞിരിക്കണം. എനിക്ക് വിശപ്പ് വേണ്ട പറഞ്ഞൊക്കെയാണ്. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഓരോന്ന് 2 വർഷത്തിന് ശേഷം കാണുന്നോണ്ട് ഇങ്ങനെ കഥ പറഞ്ഞ തീർക്കുകയാണ്. സോ ഇപ്പോൾ തൃശ്ശൂരെത്തിയോ അങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിർത്തിയിരിക്കുകയാണ്. ആരൊക്കെയോ കയറാനുണ്ട്. 2 വർഷം. സോ എപ്പോൾ എത്തുന്നൊന്നും അറിയില്ല. നല്ല ബ്ലോക്കും ഉണ്ട്. മെല്ലെ മെല്ലെ എത്തുന്നത്. തേൻ മിഠായി, ഒരെണ്ണം മതി, നമുക്ക് 2 പേർക്ക് ഷെയർ ചെയ്യാം. മഴയൊന്നുമില്ല അങ്ങോട്ടോട്ട്. മഴയൊന്നുമില്ല. എന്താണ് ഒന്ന് മതിയോ? അത് എത്ര ഉണ്ടെന്നൊന്നും അറിയില്ല. ചൂടെടുക്കുന്നുണ്ട്. കുക്കി എന്തിനും ഇട്ടോ എല്ലാം അതെ അതെ. നമ്മളിപ്പം ഞാൻ ചവയ്ക്കാം. ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടും. ഓക്കെ ഓക്കെ. ഞാൻ അവിടെ ചേർക്കും. ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോഴാണ് കഴിച്ചിട്ടൊക്കെ കഴിക്കാം. അവിടെ ഇരിക്കുമ്പോൾ ഇതൊന്നും കഴിക്കാറില്ല. ടേസ്റ്റില്ല. കുർക്കുറയുടെ ടേസ്റ്റില്ല. വേറെ ഏതൊക്കെ ഡോസാണ് ഫുള്ള്. ഓക്കെ. ഇവരെല്ലാവരും നല്ല ഉറക്കമായിരുന്നു. ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. നമ്മുടെ കയ്യിലായിരുന്നു ഫോൺ. വെക്കി മധുര തേൻ മിഠായിലും മധുരമുണ്ട്. എവിടേക്ക് ബൈ. എവിടേക്ക് വടക്കുനാഥന്റെ മണ്ണിലെത്തിയിരിക്കുന്നു. മതിമാണോ? എനിക്ക് മതി. ടേസ്റ്റ് ഇല്ല. വേറെന്തോ ടേസ്റ്റ്. നമ്മള് ബോയ്സിന്റെ കഴിക്കാറില്ല. കഴിക്കണ്ട, ഞാൻ മാത്രമേ കഴിക്കൂ കേട്ടോ. കിൻഡർ ജോയോ? കിൻഡർ ജോയ്ക്ക് ഇത്ര വലിയ വിലയോ? 50 രൂപയാണ്. 30 രൂപയ്ക്ക് മുകളിൽ സാധനം. 30 പോയിട്ട് 40ആയി. 40 പോയിട്ട് 50 രൂപയാണ് ഇതിന്. സോ ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ അങ്കമാലി എത്തി. ഇവിടുന്ന് ഇനി 10 മിനിറ്റേ ഉള്ളൂ എറണാകുളത്തേക്ക്, ഐ മീൻ എയർപോർട്ടിലേക്ക്. നമ്മളിപ്പോൾ ഇവിടെ അങ്കമാലി സ്റ്റോപ്പിലെത്തി നിൽക്കുകയാണ്. അവർക്ക് വാഷ്റൂമിലേക്ക് പോവുകയാണ്. സോ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞു. നമുക്ക് 7 മണിക്കാണ് ഫ്ലൈറ്റ്. ഇപ്പോൾ സമയം
നേരം 3 മണിയായി. ഇനി നമുക്ക് ടൈമുണ്ട്. പിന്നെ ഇനി മഞ്ജു ആൻറ്റിയും കൂടി വരാനുണ്ട്. മഞ്ജു ആൻറ്റി രജനിയമ്മയും വേണച്ചനും കൂടിയൊക്കെ 4 മണിയാകുമ്പോഴേക്കൊക്കെ എത്തും. മഞ്ജു ആൻറ്റി ഇപ്പം എത്തും. ഹായ് ഗൈസ്, അങ്ങനെ നമ്മുടെ പൊതിച്ചോറ് സെറ്റാണ് ഇവിടെ. അമ്മ എനിക്ക് വാരുത്ത അമ്മ എനിക്ക് അത് അടയല്ലേ പൊതിച്ചോറാണ് വേണ്ടത്. ചോറ്, മോര് കറി. കടുമാങ്ങ. ഈ പോത്തിനെ ഞാൻ ഇറക്കി വിടാൻ പോയപ്പോ അതേ ഇങ്ങനെ കാണിച്ചിട്ട് വിശക്കണമെന്ന് പറഞ്ഞു. എന്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞപ്പോ ഇവിടുന്ന് 50 രൂപ എടുത്ത് തന്നു. 15 രൂപയുടെ കാപ്പി ഞാൻ കഴിച്ചു. ബാക്കി 35 രൂപയുടെ ഐറ്റംസ് ഇതേ കയറ്റിക്കൊണ്ടിരിക്കുന്നു. ഇത് വെറുതെ തിന്നാൻ പ്രത്യേക ഇവിടെ എന്റെ കണ്ണ് എടുത്തിട്ട് എന്റെ കണ്ണൊക്കെ ഫ്ലാഷ് ലൈറ്റ് എന്റെ കണ്ണിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഇവള് പറഞ്ഞുള്ള കണ്ണ് മാത്രം എടുക്കാൻ. മറ്റേ പാട്ടില് മോലമേരെ മോലമേ, ആ പാട്ടൊക്കെ ഇട്ട് കുറച്ച് എന്റെ കണ്ണുണ്ട്. മനസ്സിലായില്ലേ? എന്നെ കാണുമ്പോ തന്നെ കോമഡി. മഴയത്തെ കൊലിച്ചു ഈ ക്യൂട്ട്നെസ് കളിച്ചിട്ടില്ല. കണ്ണ് മാത്രം എടുക്കാൻ പറ്റുന്നത്. അതിന്റെ എന്നോട് പറയാം ക്യൂട്ട്നെസ് വാരിട്ടതാണ്. എന്നെ കാണുന്ന ചന്താടോ നീ ഉണ്ട്. മറ്റേ ഒരു ഷാറുഖ് ഖാൻ ഒരു അങ്ങനെ എന്തോ പാട്ടല്ലേ ഇത്? അങ്ങനെ നിക്ക്, ഞാൻ നിക്കാ, നീ എടുക്ക്. ഓക്കെ, കാല് കാണണോ? तुझे देखा तो ये जाना सनम प्यार होता है दीवाना. സോ ഗൈസ്, അങ്ങനെ എല്ലാവരും വന്നേന്നു. ധാരേച്ചി അത്ര ഉണ്ടാവില്ല. ആരാ കുട്ടനെ ശരി. ടിക്കറ്റൊക്കെ എടുത്തേനു. ഇനി ചെക്ക് ഇൻ ചെയ്താൽ മാത്രം മതി. ഹലോ ജാട ടിക്കറ്റൊക്കെ എയർ ഇന്ത്യ എക്സ്പ്രസ്. ഗൈസ്, അങ്ങനെ നമ്മൾ ബോർഡിങ് എല്ലാം എടുത്ത് കഴിഞ്ഞു. 6:25 ബോർഡിങ്. 7 മണിക്ക് ഫ്ലൈറ്റ്. ഇവിടുന്ന് ബാംഗ്ലൂരിലോട്ട് കണക്ഷൻ ഫ്ലൈറ്റ്. ബാംഗ്ലൂരിൽ നിന്ന് ആസാമിലോട്ട്. ആസാമില്ലേ അതോ ആസാമിൽ ഗുവാഹട്ടിയിലോട്ടാണ്. അതായിരിക്കണം. അവിടെ എത്തുമ്പോൾ പറഞ്ഞുതരാം. ഇവിടുന്ന് നേരെ ഇനി ബാംഗ്ലൂരാണ്. ഇനി 1 മണിക്കൂറുണ്ട്. 7 മണിക്കാണ് ഫ്ലൈറ്റ്. നമുക്കിപ്പോൾ ബോർഡിംഗ് എല്ലാം എടുത്ത് കഴിഞ്ഞ് നമ്മളിതപ്പോൾ വാഷ്റൂമിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വാഷ്റൂമിലേക്ക് പോവുക. നമുക്ക് ഗേറ്റ് 2 ആണെന്നൊക്കെയാണ് കേട്ടത്. ആണോന്നൊന്നും അറിയില്ല. സോ ലെറ്റ്സ് സീ. സമയം പുലർച്ചെ 5:30.
കണ്ണാടി വെച്ചിരിക്കുന്നതന്നെ. സോ ഗൈസ് അവിടെ എല്ലാവരും വാഷ്റൂമിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വാഷ്റൂമിലാണ്. സോ ഞാനവിടെ പുറത്തേക്ക് ഇറങ്ങി. അവരെവിടെ നിന്നുണ്ട് നോക്കാം. സോ ഗൈസ് നമ്മളിപ്പോൾ വാഷ്റൂമിലൊക്കെ കഴിഞ്ഞിപ്പോൾ ചായ വല്ലതും കുടിക്കാൻ നിൽക്കുകയാണ്. ഇനിയും 1 മണിക്കൂറൊക്കെ ഉണ്ട് ഗേറ്റ് പോകാൻ. സോ ബുക്ക് വായിക്കാൻ ഞാൻ എടുത്തു പോകാറുണ്ട്. സോ ഇനി ചായ കുടിക്കാൻ പോകാം. ഫുഡ് കോർട്ടെല്ലാം അടയ്ക്കുകയും ചെയ്തു. ഓ ശരി മാഡം. കൊവായ് ഭവൻ. ആ ഇവിടുന്ന് അമ്മ വാങ്ങിയത്. ശരി ഒന്ന് വായടക്കി. ഇവിടുത്തെ KFC അടച്ചതാ. യുണൈറ്റഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഐ ഡിഡ് നോട്ട് ഞാനും KFC വെള്ളമെന്താ നോക്കി നടക്ക്. നമുക്ക് കൊവായ് ഭവനിൽ പോകണം. ഏഷ്യൻ സെൻറ്റർ പോകണം. കഴിച്ചറ പോകണം. ഇത് ഇത്രയും ഇറ്റ്സ് വിത്ത്. അങ്ങനെ നമ്മളിപ്പോൾ കഴിക്കാൻ ഒരു ബ്രൗണി പറഞ്ഞു. ഒരു ബ്രൗണിക്ക് 260 റുപ്പീസ്. ഇത്രയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ പറഞ്ഞു രാവിലെ നേരത്തെ കഴിക്കാനുള്ള സാധനമാണ് പറഞ്ഞത്. ഓക്കെ കഴിക്കാം. അവൾ പറഞ്ഞാണ്. എന്തിന് സോ ഗായ്സ് നമ്മൾ ബ്രൗണി കഴിച്ചു കഴിഞ്ഞു. അതിപ്പോൾ ആരൊക്കെ എല്ലാവരും വന്ന് എടുത്തിട്ട് പോകണുണ്ട്. നമ്മൾ സൈഡിൽ വന്നതാണ്. എല്ലാവരും കൂടി ഇങ്ങോട്ട് തന്നെ കയറി വരുന്നത് കണ്ടു. കണ്ടില്ലേ ക്ഷണിക്കാത്ത അതിഥി. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളത് കഴിച്ചു കഴിഞ്ഞതാണ്. സോ നോ പ്രോബ്ലം. എന്താ സോ നമ്മളിപ്പോൾ ഒരു മൊയ്റ്റോ പറഞ്ഞു. കണ്ടതൊന്നും ഇപ്പോൾ രാത്രിയാണെന്ന്. സംഭവം പുലർച്ചെ 6:10 ഇത് നമ്മളൊരു മൊയ്റ്റോ പറഞ്ഞിട്ടുണ്ട് കഴിക്കാൻ. സോറി കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. തന്നെ ലോഞ്ച് ഉണ്ട് ഗൈസ്. മൊജിറ്റോ കിട്ടാത്തേനോ നമ്മൾ മൊയ്റ്റോ കിട്ട കുറച്ച് നേരമായി. ഇത്ര നേരമായിട്ട് നമ്മുടെ മൊയ്റ്റാണോ തോന്നുന്നു. പ്ലേറ്റൊക്കെ എടുത്തേക്കുണ്ട്. സി 7 മണിക്കാണ് ഫ്ലൈറ്റ്. ഇപ്പം തന്നെ സമയം 6:30. ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. ഇവിടുത്തെ ഇപ്പം തന്നിട്ടിപ്പോൾ എന്താ കാര്യമെന്ന് ഞാൻ ആലോചിക്കണം. ആള് കൊണ്ടുവരുന്ന കേട്ടോ. നമ്മളങ്ങനെ ഫ്ലൈറ്റ് കയറാം. ഞാൻ മെല്ലെത്തിയുള്ളൂ നാട്ടിക്ക്. പിന്നെയും കാണാൻ നിൽക്കുക. വ്ളോഗാണേ. കണ്ടു
അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ബാംഗ്ലൂർ ടു ആസാമിലേക്ക് 10:30 ഫ്ലൈറ്റ്. 9:45 ബോർഡിങ് തുടങ്ങുള്ളൂ. എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ട്രാവലിംഗ്? സൂപ്പർ. മഴയുണ്ട് തോന്നുന്നു. ക്ലൈമറ്റ് കുഴപ്പമില്ല അല്ലേ? നല്ല ക്ലൈമറ്റ്. എല്ലാവരും മാനസിയും മാതകിക്കും ഭയങ്കര ഉറക്കത്തിൻ്റെ ഇതാണ്. ചെക്ക ഉറങ്ങി അടിച്ചൂടാ? ഉറങ്ങി എണീച്ചാ? ഉറങ്ങി. ഇവർ രണ്ടുപേരും ഭയങ്കര ഉറക്കമാണ്, മാതകിയും ത്രയംബകയും. നല്ല എയർപോർട്ട് അല്ലേ ബാംഗ്ലൂരിലത്തെ? നല്ല രസമുണ്ട് കാണാൻ. മങ്കച്ചി നോക്കിയിട്ട് മാനസിക്ക് ഉറക്കത്തിൽ ക്ഷീണമായതുകൊണ്ട് ഞാനാണ് വ്ളോഗ്. അപ്പോൾ എൻ്റെ ക്യാമറയ്ക്ക് വലുതും വീഡിയോ എടുക്കണം. അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. കാരണം ഞാനിത് എക്സ്പീരിയൻസ്ഡ് അല്ല. അവർ രണ്ടുപേരാണ് പൊതുവെ എടുക്കാറുള്ളത്, മായയും മാനസിയും. ഞാൻ എൻ്റെ വീഡിയോ, അവർക്ക് ഭയങ്കര ക്ഷീണമായതുകൊണ്ട് ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, നല്ല ഭംഗിയുണ്ട് കേട്ടോ ബാംഗ്ലൂർ എയർപോർട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് കാണാൻ. അയ്യോ, നല്ല വെള്ളം തടാകം, നല്ല സീനറി. വാവ്. നമ്മളിപ്പോൾ അങ്ങനെ ലോഞ്ചിൽ കയറാൻ നിൽക്കുകയാണ്, ബാംഗ്ലൂർ ലോഞ്ചിൽ. പിന്നെ കാർഡൊക്കെ മാറ്റുകയാണ്. എല്ലാവരും ഉറക്കത്തിൽ നിൽക്കുക. നല്ല സെറ്റപ്പ്. നമ്മൾ ഇതാണ് എടുത്തത്. കാരണം നോൺ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് നോൺ എടുത്തില്ല. അപ്പോൾ നമ്മൾ എന്തൊക്കെയോ എടുത്തു. ഉറക്കപ്പിച്ചിലായതുകൊണ്ട് എന്ത് എടുത്തെന്ന് പോലും അറിയണില്ല. നമ്മുടെ ഗേറ്റ് D22ലേക്കാണ്. അതാണ് അതിൻ്റെ വ്യൂ. You can see a beautiful lady here. Standing near to this girl. No, standing near to this girl. See, the world's most beautiful girl. Extra carry-on baggage. As a part of Tata Global subsidiary of Air India, we wish you a safe and pleasant flight. Thank you. Thank you. ഇവരെല്ലാം ഗുവാഹട്ടിക്ക്. നല്ല തണുപ്പുണ്ട് വെളിയിൽ. അങ്ങോട്ട് വാ. ഗായ്സ്, അപ്പോൾ നമ്മളിനി ബസ്സിൽ കയറാൻ പോവാണ്. ബസ് കയറിയിട്ട് ഫ്ലൈറ്റിൽ കയറും. കാറ്റുണ്ട് ഇവിടെ. Good morning, ladies and gentlemen. I have your kind attention please for the last and final entry on Air India Express flight IX201. നമ്മൾ ഗുവാഹട്ടി അവിടെ പോവാണ്. നമ്മൾ വിത്തിൻ അവേഴ്സ് നമ്മൾ കാമാക്കിയിൽ എത്തുന്നതായിരിക്കും. ഞാൻ സ്ഥലം ഇപ്പോഴാണ് റിവീൽ ചെയ്തത്.
സോ ഗൈസ് ആസാമിൽ പോകുന്നത് അവിടുത്തെ എല്ലാരും ഫേമസ് ആവട്ടെ. പറഞ്ഞ സ്ഥലം എവിടെയെന്ന് പറ. സ്ഥലം ഞങ്ങളിപ്പോൾ ഇപ്പോൾ ബാംഗ്ലൂർ ഫ്ലൈറ്റ് കയറാൻ പോവുകയാണ്. നെക്സ്റ്റ് ഞങ്ങൾ വി ആർ ഗോയിങ് ടു റീച്ച് അസാം ഗുവാഹട്ടി. ഞങ്ങൾ പോകുന്നത് കാമാഖ്യ ദർശനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് എത്തും. ഇന്ന് വൈകുന്നേരം നമുക്ക് അവിടേതായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ബ്ലോഗ് തന്നെ കാണാൻ സാധിക്കും. കുറേ പ്ലാനിങ് ഉണ്ട്. ഈ പദ്ധതിയെല്ലാം നിശ്ചയിക്കുന്നത് അവിടുത്തെ പരാശക്തി അമ്മയാണ്, ദേവിയാണ്. ഞങ്ങൾ പദ്ധതി ഇടുന്നു, ദേവി തീരുമാനിക്കുന്നു വേണോ എന്തൊക്കെ വേണമെന്നൊക്കെ. അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് വഴിയേ കാണാം. പറ മാതിരി എക്സ്പീരിയൻസ് പറ. കാമാഖ്യയെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് കാമാഖ്യനെ പറ്റിയിട്ട് എന്താ പറയാ, മനസ്സിലായിട്ടുള്ള വുമൻസിനെ നല്ല റെസ്പെക്ട് ചെയ്യുന്ന ഒരു ടെമ്പിളാണ്. അവിടെ നിന്നാണ് ശരിക്കും ഗോൾഡ് ഉണ്ടായതും അവിടെ നിന്നാണ് അല്ലേ? ദശമഹാവിദ്യ ഉൾപ്പെടെ ഇതായിരുന്നു ആരായിരുന്നു ഇന്ദ്ര ഭഗവാൻ ദേവിയുടെ എന്തൊക്കെയോ എന്തായിരുന്നു ബോഡി പാർട്സ് ഒക്കെ മുറിച്ചു. അല്ല, വിഷ്ണു ഭഗവാൻ സുദർശൻ ചക്രം അതിലത്തെ ഒരു പാട്ടാണ് ശക്തിപീഠം കാമാഖ്യയിൽ വന്ന് പറഞ്ഞത്. സോ മനുഷ്യേച്ചി പറയൂ, മനുഷ്യേച്ചി നാണക്കേടൊന്നും വേണ്ട, പറയൂ. എന്താണ് നമ്മുടെ കാമാഖ്യയെ കുറിച്ചിട്ടുള്ള യാത്ര എങ്ങനെയാണ് പറയൂ. ഭഗവതിയുടെ കാരുണ്യം, സന്തോഷം. പറ കാമാഖ്യയെ കുറിച്ചിട്ട് 2 വാക്ക്. ജയ് പരമേശ്വരി. കാമാഖ്യയിലേക്ക് പോവുകയാണ്. അതെ, ദേവിയുടെ കയ്യിലെല്ലാം. എന്താണ് കാമാഖ്യ കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ്, എന്താണ് അനുഭവം പറയും. ജീവിതത്തിൽ നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രം, ഒരു ലൈഫിൽ നമുക്ക് കാരണം പ്രകൃതി ഉണ്ടായി തന്നെ അതിൽ നിന്നാണ്. കാമാഖ്യയെ കുറിച്ച് എല്ലാവർക്കും അറിയും, പക്ഷെ എന്നാലും ബാക്കി നമുക്ക് അവിടെ വെച്ചിട്ട് നമുക്ക് കാമാഖ്യ പറഞ്ഞ നമ്മുടെ ആത്മാവ്, നമ്മുടെ പ്രകൃതി, ഈ വിശ്വം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് അവിടെ പോയാൽ അറിയുന്നു പറയണ കേട്ടിട്ടുണ്ട്. പരമേശ്വരി മുരളിയേട്ടൻ പറ കാമാഖ്യയെ കുറിച്ച് പറ. അമ്മ പറയൂ കാമാഖ്യയെ കുറിച്ച്. എന്താ പറയണ്ടേ, ദേവി അവിടെ എത്തിക്കുന്നത് ഏറ്റവും വലിയൊരു പുണ്യമായിട്ട് കൃഷ്ണ. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ആ മണ്ണിലൊന്ന് കാല് കുത്താൻ പറ്റുക, അത് ഈ കുത്തു നവരാത്രിക്ക് അതിവിശേഷമാണ്. അമ്മയുടെ ബ്രഹ്മപുത്ര നദിയിലൊന്ന് സ്നാനം ചെയ്യാൻ പറ്റുക, ഇതെല്ലാം വലിയ മോഹമാണ്. എല്ലാം അമ്മ തന്നെ സാധിപ്പിച്ചു തരട്ടെ. ജയ് കാമാഖ്യ. ജയ് കാമാഖ്യ, ജയ് കാമാഖ്യ. കാമാഖ്യ ദേവിയെ കാണാനായിട്ട് കുട്ടനും കൂടെ ഉണ്ട്. അതെ, അവനാണ് ശരിക്കും നമ്മളെ കൂട്ടിക്കൊണ്ടുപോയിട്ട്. അവനാണ് ലീഡർ, ടീം ലീഡർ അവൻ തന്നെയാണ്. അതെ. വേണുവച്ചാ കാമാഖ്യയെ കുറിച്ച് 2 വാക്ക് എന്താണെന്ന് പറയോ. കാമാഖ്യ പോകണമെന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ആകാംക്ഷയായിരുന്നു. അത് പോകാനിപ്പോൾ സാധിച്ചു തന്നിരിക്കുന്നു. അതിനോട് നമുക്ക് എല്ലാവരുടെയും പറഞ്ഞ് ഞങ്ങൾ ഭഗവാന്റെ കാരുണ്യത്തിലെല്ലാവരും അനുഗ്രഹം ഉണ്ടാക്കാന്ന് പറഞ്ഞു. ഇപ്പൊ അവിടെ നമ്മൾ എത്താൻ ഏക മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അല്ലേ? അവിടെ എത്താനായിട്ട് ഇനി നിസ്സാര സമയങ്ങൾ മതി. അതെ, അതിന് ഭഗവാൻ അനുകരിക്കട്ടെ. അവിടെ എത്താൻ ഇതൊക്കെ നമ്മുടെ പിന്നെ പോരാത്തിന് നമ്മളെല്ലാ കൃഷ്ണന്റെ ഭക്തന്മാരും ഒരുമിച്ച് പോകാൻ അനുഗ്രഹം കിട്ടിയത്. അത് ഒരേ വൈബുള്ളവരും ഒരുമിച്ചിട്ട് അതിങ്ങടെ അമ്മയും അച്ഛനും ആയാലും എല്ലാവരുമായിട്ട് നമുക്ക് പോകാനായിട്ട് കൂടെ നമുക്ക് 2 പിള്ളേർക്ക് കിട്ടാൻ ഒരു ഭാഗ്യം അല്ലേ? കുട്ടികൾക്ക് ഈ പ്രായത്തിലൊക്കെ ഈ പിള്ളേര് ഒക്കെ ചെറു പ്രായമാണ്. അവരും അവിടേക്ക് വിചാരിച്ചില്ല എങ്ങനെ ഒരുമിച്ച് പോകുന്നുള്ളൂ. സത്യം ഒട്ടും പ്രതീക്ഷിച്ചില്ല. അൺഎക്സ്പെക്ടഡ് പറഞ്ഞ യാത്രയാണത്. ശരിക്കും നമ്മൾ വിചാരിക്കാത്തുള്ള യാത്ര തന്നെയാണ്. ഒരുപാട് നന്ദി മാത്രമല്ല, അയ്യോ ഓക്കെ. അപ്പൊ അവിടെ വെച്ച് കാണാം അല്ലേ നമുക്ക്. ഓക്കെ, അപ്പൊ നമ്മള് വീഡിയോ ഇനി കുറച്ച് ഫ്ലൈറ്റിനുള്ളിൽ കയറുമ്പോൾ ഇനി അവിടെ എത്തിയിട്ട് ബാക്കിയൊക്കെ കാണാം. മുരളിയേട്ടൻ അനുഭവം പറയൂ, എന്താണ് കാമാഖ്യ യാത്രയെ കുറിച്ച്? അനുഭവം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഈ യാത്രയൊക്കെ അല്ലേ പെട്ടെന്നൊരു ഒരു അവസരം ഭാഗ്യം കിട്ടി അമ്മയെ കാണാൻ. പിന്നെ ഒരു തടസ്സവും കൂടാതെ അവിടെ അമ്മയെ ദർശിക്കാനും അമ്മ അനുഗ്രഹിക്കാനുള്ള ഒരു അവസരം
കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതെ അതെ അതെ. ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് എല്ലാം പറയാം അല്ലേ? ബാക്കി ഇനി അവിടുത്തെ അനുഭവം നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോന്റെ ഹൈലൈറ്റ് ഞാനാണ്. പിന്നെ കുളിക്കൂല നനയ്ക്കൂല. ഓ പിന്നെ നീ പിന്നെന്താ, നീ 2 ദിവസം കുളിച്ചില്ല. ഞാൻ ഇന്നലെ കുളിച്ചു. ഞാൻ ഇന്നലെയും കുളിച്ചു. ഞാൻ അങ്ങനെ തല നനയ്ക്കാറില്ല, ബട്ട് ബോഡി ബോഡി നന്നായി ക്ലീൻ ആക്കി ആൻഡ് ഹാർട്ട് കുളിച്ചു. മനസ്സിലായില്ലേ? കുളിച്ചാൽ മാത്രം പോരാ, ഹാർട്ട് ക്ലീനാ, ബ്രെയിൻ ക്ലീനാ. ആ ബ്രെയിൻ നിന്റെ തുരുമ്പ് പിടിച്ച് സത്യം. ഹലോ. സോ ഗായ്സ്, അങ്ങനെ നമ്മൾ റൂമിലൊക്കെ എത്തി. ഇനി ബ്രഹ്മപുത്ര കുളിക്കാൻ പോവാണ്. ആ പെണ്ണിന്റെ അടുത്തിരിക്കുന്ന പെണ്ണ് എന്നെ പോലെ ഉണ്ടല്ലേ, നല്ല ചന്ദനമാണ്. അതെന്നെ പോലെ ഉണ്ടല്ലേ, മുടി കണ്ടില്ലേ കോഴി പോലെ. നമ്മള് ബ്രഹ്മപുത്ര കുളിക്കാൻ പോണ് ഗൈസ്. പിന്നെ ഒന്ന് വെച്ചിട്ട് നല്ല ചന്തമായത്. നമ്മള് ബ്രഹ്മപുത്ര കുളിക്കാൻ പോവാട്ടോ. യെസ് യെസ് യെസ്. നല്ല മഴയുണ്ട്, ഇടി പൊട്ടി, അതിനനുസരിച്ച് ചൂടും ഉണ്ട്. ഇതുണ്ടല്ലോ എന്തൊക്കെയോ പറയണ്ട അവിടെ ദേവി. ബ്രഹ്മപുത്ര എത്തിയ ഇറങ്ങ്, വായി നോക്കി നിൽക്കണം. ഇവിടെ എന്തൊക്കെയുണ്ട്. ഞാൻ ഇതിൽ കൂടെ മാതിങ്ങി ചോദിക്കും, ഇതിനാണ് പുണ്യ നദി എന്നൊക്കെ വിളിക്കണേന്ന്. ഇതാണ് ബ്രഹ്മപുത്ര. ഇവിടെ സ്നാനം ചെയ്യാനോ? ഗൈസ്, നിങ്ങൾ ഒരിക്കലും ഒരു നദിയിൽ കുളിക്കാൻ പോയിക്കാൻ എങ്ങനെയൊന്നും കാട്ടി വെക്കരുത്. നമ്മളിപ്പോ എങ്ങോട്ടാ നടന്നു പോണെന്നൊരു വിചാരമില്ല ഗൈസ്. നന്നായിട്ട് ഇങ്ങനെ എടുക്കുമ്പോ ഇങ്ങനെ നടന്നു പോവുക. എവിടെ എത്തുമോ എന്തോ. എന്തായാലും അമ്പലമൊക്കെ അടച്ചു കഴിഞ്ഞു. ഇപ്പം എവിടെയോ പോവുക. ഇവിടെ കുറച്ചെങ്കിലും വൃത്തിയുണ്ട്. അവിടെ പോയത് കാണണം. ഇവിടെ ഉണ്ടല്ലേ, അയാളെ ആദ്യമായിട്ടാണ് തോന്നുന്നു കാണുന്നത് ബ്രഹ്മപുത്ര.
അല്ല അവിടെ നിലയുണ്ടോ കാര്യങ്ങളൊക്കെ അറിയില്ല. പോകുന്നുണ്ട് കാല്. അതില് നമുക്ക് മീനിന്റെ നാട്ട് കടലിൽ മീനിന്റെ നാശം വന്നാണ്ട് വേറെ എന്തിനാ ഇവിടെ കുളിക്കാൻ പോണ ഗൈസ്. കുളിക്കാൻ പോണു. നല്ല അങ്ങനെ നമ്മള് ബ്രഹ്മപുത്രയിൽ കുളിച്ചു കഴിഞ്ഞു. നമ്മൾ പിന്നെ ഫ്രഷൊക്കെ അങ്ങനെ ഫ്രഷൊക്കെ ആയിട്ട് വന്ന് നിൽക്കുക. അപ്പോൾ നമ്മൾ എല്ലാ അമ്പലം അടച്ചു കഴിഞ്ഞു. അമ്പലത്തിൽ പോകാന്നൊക്കെ പറയുമ്പോഴേക്കും എല്ലാം അമ്പലം ക്ലോസ് ചെയ്തു. ഇനി നാളെ പോകാൻ പറ്റുള്ളൂ. സോ നമ്മളിപ്പോൾ വെറുതെ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. എല്ലാം റെഡി നിൽക്കുക. കാമാഖ്യ ദേവിക്ക് കാമാഖ്യ ദേവി ക്ഷേത്രം പക്ഷേ നേരത്തെ അടയ്ക്കും. ഇവിടെ ആസാമിൽ എല്ലാ ക്ഷേത്രങ്ങളും 4-5 മണിക്ക് എല്ലാം അടയ്ക്കേണ്ടതാണ്. പക്ഷേ നമുക്ക് കാമാഖ്യ ദേവി ക്ഷേത്രം വെളിയിൽ നിന്ന് കാണാം. ഓക്കെ, അപ്പോൾ നാളെ ഇതേ ദർശനം ഉണ്ടാവും. എല്ലാവരും റെഡിലാണ്. അങ്ങനെ എല്ലാവരും ഇറങ്ങി നമ്മളിപ്പോൾ കാമാഖ്യ അവിടെ അമ്പലത്തിൻ്റെ പുറം കാണാൻ പോവുകയാണ്. നാളെ ആയിരിക്കും തൊഴുകാനൊക്കെ പോവുക. എല്ലാം നമ്മൾ അമ്പലം 5 ക്ലോസ് ചെയ്തു. സോ അങ്ങനെ ഗൈസ് നമുക്ക് 1 മണിക്ക് പിന്നെ ഇങ്ങോട്ട് തന്നെ വരണം. പക്ഷെ നമ്മൾ അമ്പലം നോക്കാൻ വേണ്ടി വന്നതാണ്. നമ്മളിപ്പോൾ അമ്പലം നോക്കാൻ വേണ്ടി വന്നതാണ്. നമ്മളിപ്പോൾ താമസിക്കുന്ന റൂമിനെയും കാട്ടി നല്ല ഹോട്ടൽ ഇവിടെ കുറേ ഉണ്ട്. എന്നിട്ട് വരാനാണ് അങ്ങനത്തെ ഒന്നും നോക്കാണ്ടാണ് നമ്മളിപ്പോൾ ഈ ഹോട്ടലിൽ വന്ന് നിൽക്കണത്. ക്ലൈമറ്റ് ഒക്കെ ഉണ്ട്. ഇത് വേലയ്ക്കുള്ള പോലെയൊക്കെയാണ് ഗൈസ്. ഇവിടെ ഇതൊക്കെ വിൽക്കാൻ വെച്ചിരിക്കണ പോലെ വെച്ചിരിക്കണ. എടാ മോമോസ് ഇതാ നല്ല തിരക്കുണ്ട്. ഞാൻ മുന്നിൽ അല്ല വീഡിയോയിൽ കാണാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും? അതാണ് ഗൈസ് കാമാഖ്യ ടവർ. നോ അഡ്മിഷൻ. നോ അഡ്മിഷൻ. നോ അഡ്മിഷൻ. അഡ്മിഷൻ ഇസ് ക്ലോസ്ഡ്. अविधानामन्तस्तिमिरा मिहिरद्वीपनगिरे जदनं चैतन्यस्तवकं करन्दश्रुतिधरे दरिद्राना चिन्तामणि गुणनिका जन्मजलधो निमग्नानं धंष्ट्रा मुररिपुवराहस्य भवति. അങ്ങനെ കൂടുതൽ ആട് കൂടുതലുണ്ട്. കണ്ടോ, കാണുന്നവിടെ ആടാ. കണ്ടോ, അവിടെ കുറെ ആടുണ്ട്. പ്രാവാണ് ഗൈസ് ഫുള്ളും. ഇവിടെ ഇങ്ങനെ ചില്ലറൊക്കെ ഒട്ടിക്കാൻ പറ്റും. നമുക്കിതിൻ്റെ ഐതിഹ്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങോട്ട് വരണം.
വുമൺ പവർ. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യണം ഈ അമ്പലം. ഇത് ഇവിടുത്തെ പ്രസാദം വാങ്ങാനുള്ള ക്യൂ ആണ് ഗൈസ്. ഇവിടെ കുറേ ക്യൂ നിൽക്കുന്നുണ്ട്. ഉണ്ടോ? പ്രസാദം വാങ്ങാനുള്ള ക്യൂവാ. ചൂടാണുള്ളത്. നോക്കൊക്കെ കണ്ടില്ലേ? സോ നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് അറിയില്ല. ഇതെന്താന്ന് വെച്ചാൽ ഗൈസ് ബലിയിടുന്ന സംഭവമാണ്. ബലിയിടല്ല, ബലി കഴിക്കുന്ന ആടിനെയൊക്കെ ബലി കഴിപ്പിക്കില്ലേ, അതാണ്. ഓ, ആടിനെയൊക്കെ ബലി കഴിപ്പിക്കുന്ന സ്ഥലമാണിത്. അതാണ് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇത് മറ്റേ മഹാദേവനും പാർവതിയും ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ബെഡാണ് കിടക്കുന്നത്. കണ്ടില്ലേ? എക്സ്പെൻസീവായ ബെഡിലാണ് കിടക്കുന്നത്. താഴെ നമ്മള് ഇവിടെയൊക്കെ കടന്നിട്ട് എത്ര പാനുണ്ട് ഇതൊന്നും വിചാരിച്ചിരിക്കുന്ന കാര്യമില്ല. Everyone are treated equally. Not in this world. In this Assam. Assam only, okay. പാലക്കാട് ഇല്ല. എടുത്തോണ്ടിരിക്കന്നെ. സോ ഗൈസ്, നമ്മള് ഇപ്പൊ ഇവിടെ കിടക്കുന്നത്, സോ ആക്ച്വലി നമ്മളിപ്പോ ഇവിടെ കിടക്കുന്നത് ദർശനത്തിന് വേണ്ടിട്ട് കിടക്കുകയാണ്. നമുക്ക് എത്ര മണിക്ക് ദർശനം? 5 മണിക്ക് തുറക്കുള്ളൂ. കിട്ടുമ്പോ കിട്ടും. തെറ്റാണ്. നമ്മൾ 5-6 മണിക്കൂർ മുന്നേ ഇവിടെ വന്നിരിക്കുന്നത്. ടോക്കൺ കിട്ടാണ് എഡിസിനൊക്കെ എന്താ വിളക്ക് കാലിന് ചോട്ടിൽ പഠിച്ചു. ഞങ്ങൾ വിളക്ക് കാലിന് ചോട്ടിൽ കിടന്നുറങ്ങുകയാണ് ഗൈസ്. കണ്ടില്ലേ, നമ്മളിവിടെ കിടക്കുകയാണ്. കുറേ പേര് ഇവിടെ കിടക്കുന്നുണ്ട്. വൈകുന്നേരക്ക് വന്നവരെ വരെ അവിടെ ഫസ്റ്റ് നിൽക്കുകയാണ്. നമ്മൾ ലാസ്റ്റ്. കൺഫ്യൂഷനാണ്. ഉറങ്ങണോ വേണ്ടതെന്നുള്ള കൺഫ്യൂഷനാണ്. വായക്കൂടെ ഈച്ചൊക്കെ പോകണം. മുഖം ഇങ്ങനെ അടച്ചു വെച്ച് കിടക്കുന്നു. മറ്റേ ശ്രീജിത്തില് അതിന്റെ അവിടെ കുറെ പാറ്റില്ലേ, അതൊക്കെ ചത്തു അവിടെ ബാധിക്കുന്ന സ്വഭാവമുണ്ട്. ഇങ്ങനെ തുറന്ന് കിടക്കുന്ന സ്വഭാവമുണ്ട്. അതൊന്നുമില്ലട്ടോ. ഇവിടെ ഓരോന്ന് പറയും, ഒന്ന് വിശ്വസിക്കും. കൂറാനൊക്കെ ഇരിക്കുന്നത് ഇവിടെ എന്റെ കൺമുന്നിൽ കണ്ടതാണ്. പിന്നെ എന്തൊക്കെയോ ഉണ്ട്. മമ്മയുടെ ചെറുപ്പത്തിലെ മമ്മി എങ്ങനെ ജീവിച്ചു എല്ലാം പറയും. അതിന്റെ കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ കാണിച്ചോണ്ടിരിക്കുന്നത്. കാടും മുള്ളും എല്ലാം താണ്ടിയാണ് കഴിച്ച എന്റെ അമ്മ സ്കൂളിൽ പോയത്. 2 വെള്ളം നീന്തി, 2 പുഴ നീന്തിയൊക്കെയാണ് അമ്മ ചെരുമ്പത്തെ കട. അങ്ങനെ പറഞ്ഞത് നിങ്ങളെപ്പോഴും എല്ലാം ഭയങ്കര കഷ്ടപ്പെട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ 2 പുഴയൊക്കെ താണ്ടി പോയി. നമ്മൾ 2 മല ഹെയർ പിന്നൊക്കെ ചുറ്റി വണ്ടിയിലൊക്കെ വന്ന് ഇവിടെ വന്ന് നിന്നിക്കണം. നമ്മൾ എയറോപ്ലെയിനിലെ പോയിട്ട് സോറി ഗൈസ്, നമ്മൾ എയർ ഇന്ത്യയിലൊക്കെ വന്ന് നമ്മൾ 2 സ്റ്റേഷനിൽ നിന്നിട്ടൊക്കെയാണ് എയർപ്ലെയിനിൽ ഇങ്ങോട്ട് വന്നത്. ബാംഗ്ലൂര് എന്നിട്ട് നേരെ എന്ത് പറയണ നമുക്ക് ബോധമില്ല. ബോധമില്ലാതെ ഇരിക്കാൻ നിങ്ങൾ മറ്റേ ബിയറില്ലേ അത് കുടിക്കണമെന്നൊന്നും ഒരു ഇതും ഇവിടെ ആൾക്കാരുടെ ജീവിച്ചാൽ മതി. സത്യം. ഓക്കെ ഗൈസ്, എനിക്കറിയാം ഈ വ്ളോഗ് നല്ല ബോറാണെന്ന്. എനിക്ക് നന്നായി അറിയാം. പക്ഷെ ഇത് ബോറിനല്ല, ഇത് മെമ്മറിക്ക് വേണ്ടിട്ടാണ്. ഒരു 40 കൊല്ലം കഴിഞ്ഞ് ഇത് മറക്കും. ഇത് ഓർമ്മ പോലും ഉണ്ടാവില്ല. നമ്മൾ ഈ വ്ളോഗ് എടുത്ത് കാണണം. അത് തന്നെ.
നാളത്തെ അപ്പൊ നമുക്ക് മനസ്സിലാവും, ഓ നമ്മൾ ഇത്രയും നല്ല കുട്ടികളായിരുന്നു ആ സമയത്ത്. സോയാ ഇത് വ്ളോഗ് പാർട്ടായിട്ട് വരുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. വരുമെന്നേ ഉണ്ടാവില്ല. കാരണം ഈ വ്ളോഗ് ഇട്ട് കഴിഞ്ഞു വെച്ചാൽ ഇനി നാളേക്ക് എന്താ എടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഈ അമ്പലം തന്നെ പിന്നെ എടുക്കേണ്ടി വരും. നിങ്ങൾക്കത് ബോറടിക്കും. നമ്മൾ ഈ മോഹൻ തന്നെ കാണാനും പോകുന്നത്. ഒരു മിനിറ്റ്. സോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മളിനി ദർശനം കഴിഞ്ഞിട്ട് ബാക്കി കാണിച്ചു തരാം. ഓക്കെ ഗൈസ്. ടെറസ് നിറഞ്ഞു നിന്നിട്ട് ഇന്നലെ പുള്ളിക്കാരൻ പോയി എല്ലാം കുത്തി ഒഴുകി പോയിന് വെള്ളം, അല്ലാതെ പൈപ്പ് പൊട്ടി പോണല്ലേ. അവിടെ ഇരിക്കുമ്പോ ഹലോ പറ. ഞങ്ങളിപ്പോ ദശമഹാവിദ്യ ദേവിമാരെ തൊഴാൻ പോവുകയാണ്. വീട് വാടകയ്ക്ക് കൊടുക്കുന്നിടത്തേ വിളിച്ചു പറഞ്ഞേ, മറ്റേ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്ന അപ്പുറത്തെ വീട്ടിലായിരുന്നു. മോട്ടർ ഓഫ് ആക്കിയില്ല, പൈപ്പ് പൊട്ടിപ്പോകുന്നു. പക്ഷെ അതല്ല, മഴവെള്ളം കെട്ടിക്കിടന്നിട്ട് അവര് പറയൂ എവിടേക്കാ പോണത്? കാമാഖ്യ ദേവി ക്ഷേത്രത്തിനടുത്താണ് പോകുന്നത്. ഞാൻ പറയുന്നത് തിരക്കുണ്ട് അത്യാവശ്യം. നമ്മളിപ്പോൾ സമയം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. സോ ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇഡ്ഡലിയും സാമ്പാറും വന്നു. ന്യൂ ജനറേഷൻ ഇഡ്ഡലി, സാമ്പാർ, ഇഡ്ഡലി സ്പൂണിൽ. എനിക്ക് ഫുഡ് വേണ്ട പറഞ്ഞപ്പോൾ ഈ അമ്മ കാണിച്ചു വെച്ച കോലാണ്. ഓക്കെ, ഇച്ചി മാന്തി വെച്ചിരിക്കുക. എടുത്തോ 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 കഴിഞ്ഞിട്ട് മതി. ഇവരൊക്കെ തൊഴുതിട്ട് വന്നു. നമ്മളവിടെ ഇരുന്നു. മാതങ്കിക്ക് വയ്യാന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മളവിടെ ഇരുന്നു. അതിന് ഞാനും അവളെ ഇരുന്നു അവിടെ. യെസ്. നമ്മൾ ബ്രേസ്ലെറ്റ് വാങ്ങിച്ചു. ഒടുക്കത്തെ വിലയാണ്. ഈ ഒരു ബ്രേസ്ലെറ്റ് 30 രൂപയോ? നമ്മളിത് വാങ്ങി. അങ്ങനെ നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞ് നേരെ റൂമിലേക്ക് എത്തി. ഇന്നലെ രാത്രി അല്ല വൈകുന്നേരം 5 മണിക്ക് എത്തി. അധികം വ്ളോഗൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഭയങ്കര തിരക്കുണ്ടായിരുന്നു. വ്ളോഗ് എടുത്തോണ്ടിരുന്നതാണ് നമ്മൾ അവിടെ ഇരിക്കുകയായിരുന്നു. നമ്മൾ എവിടെയൊക്കെ കിടന്നതെന്ന് നമുക്ക് ഓർമ്മയില്ല. കിട്ടിയാടെ കടക്കായിരുന്നു. കുപ്പിയുടെ നമ്മളിവിടെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മള് ഭയങ്കര സിംപ്ലിസിറ്റി ആവും. കാരണം എന്താ അറിയോ, എന്താ പറയാ, മനസ്സിലുള്ള ആ ഒരു ഞാൻ എന്തോ വലിയ ആളാണ്. ഇവിടെ ആൾക്കാർക്ക് നമ്മളെ ആട്ടി വിടും കാണിച്ചു കഴിഞ്ഞാൽ. പിന്നെ നിങ്ങൾ നമുക്ക് ഇവിടെ ആരും കുറ്റമൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇവരുടെ നാട്ടിൽ വന്നിട്ട് ഇവരെ കുറ്റം പറയാൻ നമ്മളാരാണ്? സോ നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞ് ഇന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. സാറ്റർഡേ നമ്മൾ ഇന്ന് നാട്ടിൽ തിരിച്ചു പോവുകയാണ്. നമ്മൾ ഇന്ന് രാവിലെയും കൂടി അമ്പലത്തിലേക്ക് പോയി. പക്ഷെ അധികം ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. മെയിനായിട്ട് വന്നത് കാമാക്കിക്കാണ്. അത് കണ്ടു. നമ്മൾ സന്തോഷത്തോടെ തിരിച്ചു പോകുന്നു. പിന്നെ തിരുപ്പതി ബാലാജി മന്ദിറിന്റെ മിനിയേച്ചർ രാവിലെ പോയി. അത് ഇന്ന് രാവിലെ പോയി. പിന്നെ കാമാക്കിന്റെ അടുത്ത് തന്നെ താരാദേവിന്റെ അമ്പലത്തിലേക്കും പോയി.
അവിടേക്കൊക്കെ തന്നെ പോയുള്ളൂ, പിന്നെ വേറെ എവിടെയും പോയില്ല, അധികം ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. സോ അടിപൊളി ദർശനമായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. തിരിച്ച് എയർപോർട്ടിലേക്ക് പോവാണ്, ചെക്ക് ഔട്ട് ചെയ്യാണ്. ഇനി എയർപോർട്ടിൽ ഭയങ്കര ടയേർഡ്. എന്നെ കാണണൊക്കെ നോക്ക്, ഇവിടെ നോക്ക്, കൊറേ ആയി ഉറങ്ങിയിട്ട്. നമ്മൾ 3-4 ദിവസമായി മര്യാദക്ക് തന്നെ ഉറങ്ങിയിട്ട് തന്നെ വഴിയിൽ കിടക്കുക അത് തന്നെയായിരുന്നു. 20 hours ആണ് നമ്മൾ വഴിയിൽ കിടന്നിരിക്കുന്നത്. ഇവര് തൊഴുകാൻ പോകുമ്പോഴേക്കും നമ്മൾ ഉറങ്ങുക, നമ്മൾ തൊഴുകാൻ പോകുമ്പോ ഇവര് ഉറങ്ങുക, അങ്ങനെ മൊത്തം ഒരു ഇതായിരുന്നു. സോ ഇനി എയർപോർട്ടിൽ വന്ന് ഇനി എടുത്തിട്ട് കാര്യമില്ല, കാരണം നമ്മൾ എയർപോർട്ടിൽ എപ്പോഴും കാണുന്നതല്ലേ. ഇനിയും കണക്ഷൻ ഫ്ലൈറ്റ് തന്നെയാണ്. നമ്മൾ സൺഡേ ഏർലി മോർണിംഗ് ഒക്കെ എത്തുള്ളൂ. സോ അത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയ വീഡിയോ ആയിരിക്കും. ബൈ ബൈ. എല്ലാരും ഇങ്ങോട്ട് വരാൻ നോക്കുക, ലൈഫിൽ ഒരു കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലൊന്നും അധികം ഈ ഒരു കാമാക്കിനെ പറ്റി ആൾക്കാരൊന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അല്ല, അവർക്ക് അറിയില്ല ഇതിന്റെ ഐതിഹ്യം എന്താണ്, ഇതിന്റെ വാല്യൂ എന്താണ്, ഈ അമ്പലത്തിന്റെ ഇതെന്താണ്, അതൊന്നും അറിയില്ല. ഇവിടെ എത്താനും എത്തിക്കഴിഞ്ഞാലും ദർശനം കിട്ടത്തിൽ നല്ല പാടാണ്. കുറെ പേര് ദർശനം കിട്ടാണ്ട് തന്നെ പോയിട്ടുണ്ട്. കാരണം അതവരുടെ മനസ്സിലായില്ലേ, അതാണ് അവൾ ഉദ്ദേശിച്ചത്. ഭാഗ്യം പറഞ്ഞ സാധനം വേണം, പിന്നെ ഫെയ്ത്ത് ഇൻ ഗോഡ്, അത്രയൊക്കെ അത്രേ ഉള്ളൂ. ബൈ.